ഇന്നിപ്പോൾ കേരളത്തിൽ ഒരു വിവാദം ഉയർന്നു വന്നിട്ടുണ്ട് ഈ പണിമുടക്കുമായി ബന്ധപ്പെട്ട്. KSRTCയിൽ ആരും പണിമുടക്ക് നോട്ടീസ് കൊടുത്തിട്ടില്ല എന്ന ഒരു വാദം ഉയർന്നു വന്നിട്ടുണ്ട്. അത് അടിസ്ഥാനരഹിതമാണ്. KSRTCയിലെ പണിമുടക്ക് നോട്ടീസ് നൽകുന്നത് KSRTC മാനേജ്മെൻറ്റിനാണ്. അത് KSRTCയുടെ മാനേജ്മെൻറ്റ് എന്ന് പറയുന്നത് KSRTCയുടെ മാനേജിംഗ് ഡയറക്ടറാണ്. മാനേജിംഗ് ഡയറക്ടറുടെ ഓഫീസിൽ തൊഴിലാളികൾ പ്രകടനമായി ചെന്ന് പണിമുടക്ക് നോട്ടീസ് കൊടുത്തിട്ടുണ്ട്. ഇത് മെയ് 20-ാം തീയതി നടത്താൻ തീരുമാനിച്ച പണിമുടക്കാണല്ലോ. മെയ് 20-ന്റെ പണിമുടക്ക് മാറാനിട വന്നത് പഹൽഗാം സംഭവത്തെ സംബന്ധിച്ച് സംഭവത്തിൻ്റെ ഭാഗമായി മാറ്റിവെച്ചതാണ്. അങ്ങനെയാണ് ഇത് ജൂലൈ 9 വരുന്നത്. ജൂലൈ 9 പണിമുടക്കിൽ രാജ്യവ്യാപകമായി എല്ലാവരും പങ്കെടുക്കുകയാണ്. ഒരു സംഘടന മാത്രമാണ് വേറിട്ട് നിൽക്കുന്നത്, അത് BMS ആണ്. BMSൽ ഈ പണിമുടക്കിന് എതിർത്തിട്ടില്ല അവർ. അവിടെ തൊഴിലാളികളും ഈ പണിമുടക്കിൻ്റെ ഭാഗമാകുമെന്ന് തന്നെയാണ് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത്. ആ നിലയിലുള്ള ഈ പണിമുടക്കിൽ KSRTCയിലെ തൊഴിലാളികൾ പണിമുടക്കില്ല എന്ന് പറഞ്ഞ പ്രചരണം ഏത് കേന്ദ്രത്തിൽ നിന്നാണ് അത് വരുന്നത് എന്നുള്ളത് വളരെ അത്ഭുതകരമാണ്. KSRTCയിൽ സാധാരണ പോലെ തന്നെ പണിമുടക്ക് നോട്ടീസ് കൊടുത്തിട്ടുണ്ട്. KSRTC പൂർണ്ണമായി നാളെ സ്തംഭിക്കുകയാണ്. KSRTC നാളെ തെരുവിലിറങ്ങുന്ന പ്രശ്നമില്ല. ആ നിലയിൽ പണിമുടക്കിൽ അവരെല്ലാവരും യോജിച്ച് നിൽക്കുകയാണ്. അനാവശ്യമായൊരു പ്രതികരണവും പ്രശ്നവും ഈ തൊഴിലാളി വർഗ ഐക്യത്തോടുകൂടി നടക്കുന്ന ഈ സമരത്തെ അത് ദുർബലപ്പെടുത്താൻ മാത്രമേ സഹായിക്കുള്ളൂ. അദ്ദേഹം പറയാൻ പാടില്ലാത്തതാ. അദ്ദേഹമല്ല ഇതിൻ്റെ മാനേജ്മെൻറ്റ്. മന്ത്രി എന്നുള്ളത് ഗവൺമെൻറ്റിൻ്റെ ഭാഗമാണ്. അദ്ദേഹത്തിൻ്റെ വകുപ്പാണിത്. അദ്ദേഹത്തിൻ്റെ വകുപ്പായതുകൊണ്ട് അദ്ദേഹത്തിനല്ല നോട്ടീസ് കൊടുക്കേണ്ടത്. മന്ത്രിക്കല്ല ഈ പണിമുടക്ക് നോട്ടീസ് കൊടുക്കേണ്ടത്. പണിമുടക്ക് നോട്ടീസ് കൊടുക്കേണ്ടത് KSRTCയുടെ MDക്കാണ്. KSRTCയുടെ MDക്ക് KSRT എംപ്ലോയീസ് അസോസിയേഷൻ പണിമുടക്ക് നോട്ടീസ് കൊടുത്തിട്ടുണ്ട്. അതെ, മറ്റ് സംഘടനയെ സംബന്ധിച്ചിരിക്കുന്നത് KSRTCയിൽ വിഷയം അതല്ല പ്രശ്നം. അദ്ദേഹം ഇതിൻ്റെ ഗൗരവം അങ്ങനെ മനസ്സിലാക്കിയത് ഇത് കേരളത്തിലെ ഇഷ്യൂ അല്ല. കേന്ദ്ര ഗവൺമെൻറ് സ്വീകരിക്കുന്ന തൊഴിലാളി വിരുദ്ധ നടപടികൾക്കെതിരായിട്ടാണ് ഈ പണിമുടക്ക്. കേരളത്തിനെതിരായ പണിമുടക്കല്ല, കേരളത്തിലെ ഗവൺമെൻറ്റിനെതിരായ പണിമുടക്കല്ല. കേരളത്തിലെ തൊഴിലാളികൾ സന്തുഷ്ടരാണ് എന്ന് പറയുന്നത് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെൻറ് എടുക്കുന്ന നിലപാടുമായി ബന്ധപ്പെട്ട് നിൽക്കുന്നതാണത്. അതിന് ഈ പ്രശ്നങ്ങളിപ്പം ഇവിടെ ഈ ലേബർ കോഡ് കേന്ദ്ര ഗവൺമെൻറ് നടപ്പിലാക്കാൻ കഴിഞ്ഞാൽ ലേബർ കോഡിനെതിരായിട്ട് കേരളം ശക്തമായ നിലപാടെടുത്തിട്ടുണ്ട്. അതിൽ തർക്കമൊന്നുമില്ല. അത് ആ നിലയിൽ തന്നെ കാണേണ്ടതുണ്ട്. ഞാൻ മന്ത്രിയായിരിക്കുന്ന സന്ദർഭത്തിലും ലേബർ കോഡിനെതിരായിട്ടുള്ള നിലപാട് ഞാൻ പരസ്യമായി പറഞ്ഞിട്ടുണ്ട്. കേരളത്തിലെ തൊഴിൽ വകുപ്പ് ഈ കേന്ദ്ര നിലപാട് ഇവിടെ നടപ്പിലാക്കാൻ പറ്റില്ല എന്ന് ഉറപ്പിച്ച് പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ പറഞ്ഞ ഏക സംസ്ഥാനം കേരളം മാത്രമാണ്. അപ്പോൾ അതാണ് യാഥാർത്ഥ്യം. ആ സൗകര്യങ്ങൾ കേരളത്തിന് ഉപയോഗിക്കാൻ കഴിയണം. KSRTC ബഹുമാനപ്പെട്ട മന്ത്രി പറഞ്ഞത് KSRTCയിലെ ശമ്പളം ഇപ്പോൾ ഗഡുക്കളായി കൊടുത്തത് അത് ഒറ്റത്തവണയാക്കി ഇപ്പോൾ എല്ലാ 1-ാം തീയതി ശമ്പളം കൊടുക്കുകയാണ്. അവിടുത്തെ പ്രശ്നങ്ങളെല്ലാം എന്നാലും എല്ലാ വിഷയങ്ങളും പരിഹരിക്കപ്പെട്ടിട്ടില്ല. KSRTCയുടെ വളർച്ചയ്ക്ക് തൊഴിലാളികൾ അവരുടെ അധ്വാനത്തിൻ്റെ ഭാഗമായി വരുമാനമുണ്ടാക്കുക എന്നുള്ള നിലപാട് സ്വീകരിക്കുന്നുണ്ട്. ഇതെല്ലാം ചേരുന്നതാണ് കേരളത്തിലെ KSRTCയുടെ വളർച്ച. അപ്പോൾ അവർ പണിമുടക്കുന്നത് ദേശീയ തലത്തിലുള്ള പണിമുടക്കിൽ ചേരുന്നതിൻ്റെ ഭാഗമാണ്. അപ്പോൾ അത് ആ അർത്ഥത്തിൽ ബഹുമാനപ്പെട്ട മന്ത്രി പരിഗണിക്കുമെന്ന് തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത്. ഈ മുഖ്യമായ നിലപാടിൽ നിന്ന് അദ്ദേഹത്തിന് വേറിട്ട് നിൽക്കാനൊന്നും ആർക്കും കഴിയില്ല. ഇല്ല, അങ്ങനെ ഞാൻ പറയുന്നില്ല. അദ്ദേഹത്തിന് എന്തോ ഒരു തെറ്റിദ്ധാരണ അവിടെ അദ്ദേഹത്തിൻ്റെ ഓഫീസിൽ പണിമുടക്ക് നോട്ടീസ് കിട്ടുമല്ലോ എന്ന് എനിക്കറിയില്ല. മന്ത്രിൻ്റെ ഓഫീസിൽ യഥാർത്ഥത്തിൽ KSRTC മാനേജ്മെൻറ്റായിട്ടാണ് ആലോചിക്കേണ്ടത്. നോട്ടീസ് നോട്ടീസ് കൊടുത്ത് അതൊരു വിവാദമാക്കേണ്ട കാര്യമല്ല. KSRTCയിലെ തൊഴിലാളികളെല്ലാം നാളെ പണിമുടക്കുന്നുണ്ട്. ആ പണിമുടക്ക് KSRTCയിലും ചരിത്ര സംഭവമാകും. അക്കാര്യത്തിൽ സംശയമൊന്നുമില്ല. ഇല്ല, അതല്ല അദ്ദേഹമല്ല തീരുമാനിക്കേണ്ടത്. KSRTC മാനേജ്മെൻറ്റ് സൈഡിൽ ഗവൺമെൻറ്റിന് പറയാം. മാനേജ്മെൻറ്റ് സൈഡിൽ വേണമെങ്കിൽ ഗവൺമെൻറ്റിന് പറയാം. പക്ഷേ KSRTCനെ നിയന്ത്രിക്കുന്നത് KSRTC മാനേജ്മെൻറ്റാണ്. അതിന് മാനേജിംഗ് ഡയറക്ടറുണ്ട്, അതിന് ഭരണസമിതിയുണ്ട്. കാര്യങ്ങൾ അതിൻ്റെ മുകളിലുള്ള നിയന്ത്രണമാണ് ഗവൺമെൻറ്റിനുള്ളത്. ആ നിയന്ത്രണം ഗവൺമെൻറ് നടത്തുന്നുണ്ട്. അങ്ങനെയൊന്നും അദ്ദേഹം നിർദ്ദേശിച്ചിട്ടില്ല. ഇത് ഈ പണിമുടക്കിൻ്റെ ഒരു പ്രത്യേകത വെച്ചാൽ സ്വയമേവ പണിമുടക്കാണ്. അതപ്പോൾ ആലോചിക്കാം. ഇപ്പോൾ ഇല്ലാത്ത അങ്ങനെ സംഭവിക്കുമെന്ന് ഞാൻ കണക്കാക്കുന്നില്ല. സംഭവിക്കുമ്പോൾ അന്നേരം ആലോചിക്കാം. അന്നേരം തൊഴിലാളികളുണ്ടല്ലേ. അപ്പോൾ ഇപ്പം എന്താ പറഞ്ഞാൽ തൊഴിലാളികൾ സ്വമേധയാ പണിമുടക്കുക എന്നുള്ളതാണ്.
എല്ലാ വിഭാഗം ആളുകളും സ്വമേധയാ പണിമുടക്ക്, ഒരു സമ്മർദ്ദമില്ലാതെ തന്നെ പണിമുടക്ക്. ഈ പണിമുടക്കിൻ്റെ ഡിമാൻഡുകളെല്ലാം തൊഴിലാളികളിടയിൽ നല്ല നിലയിൽ വിശദീകരിച്ചിട്ടുണ്ട്. കേരളത്തിൽ 3 പ്രചരണ ജാഥകൾ ഇതിൻ്റെ ഭാഗമായി നടന്നിട്ടുണ്ട്. ആ പ്രചരണ ജാഥകളിലെല്ലാം നല്ല തൊഴിലാളി പങ്കാളിത്തം ഉണ്ടായിട്ടുണ്ട്. തൊഴിലാളി കഴിഞ്ഞ 2-3 മാസക്കാലമായിട്ട് നിരന്തരമായ സംഘടനാ പ്രവർത്തനം ഈ പണിമുടക്കിന് വേണ്ടി നടത്തുന്നുണ്ട്. തൊഴിലാളികളിടയിൽ ഈ മുദ്രാവാക്യം എത്തിക്കുന്നതിന് വേണ്ടിയാണ്. അതിൽ എല്ലാ ട്രേഡ് യൂണിയൻ സംഘടനകളും അവരുടെ ചുമതല നിർവഹിക്കുന്നുണ്ട്. അപ്പോൾ അതാണ് ഒരു പൊതുവായുള്ള സ്ഥിതി. അതിൻ്റെ ഭാഗമായിട്ട് KSRTCയിൽ ഒരു ആശങ്ക നിങ്ങൾക്ക് വേണ്ട, പണിമുടക്ക് റെഡിയാണ്. സ്വകാര്യ വാഹനങ്ങൾ നാളെ ഇറങ്ങാൻ പാടില്ല. സ്വകാര്യ വാഹനങ്ങൾ തൊഴിലാളികൾ നാളെ പണിമുടക്കുന്നുണ്ട്. ഇന്ന് തൊഴിലാളികളുടെ പണിമുടക്കല്ല, ഇന്ന് ഉടമകൾ വാഹനം നിർത്തിയിട്ടതാണ്. തൊഴിലാളി പണിമുടക്കിയതല്ല ഇന്ന്. അത് അവരുടെ പ്രശ്നം വേറെ രീതിയിൽ ചർച്ച ചെയ്ത് പരിഹരിക്കാനുള്ള പ്രശ്നമാണ്. അതുകൊണ്ട് സ്വകാര്യ ബസ്സിലെ തൊഴിലാളികൾ നാളെ പണിമുടക്കാണ്. ആ പണിമുടക്കിൻ്റെ ഭാഗമായി സ്വകാര്യ ബസ് സർവീസും നാളെ സ്തംഭിക്കും. സ്വകാര്യ വാഹനങ്ങൾ തന്നെ, സ്വകാര്യ വാഹനങ്ങൾ ഉപയോഗിക്കാൻ പറ്റുമെന്നുള്ളൂ. എങ്കിലും അങ്ങനെ ഒരു വിവാദവും തർക്കങ്ങളും പോകുന്നത്. എല്ലാവരും ഈ പണിമുടക്കായിട്ട് സഹകരിച്ചിട്ട് നാളെ ഒരു ദിവസം നിൽക്കട്ടെ. കഴിയുന്നത്ര വാഹനങ്ങളൊന്നും റോഡിൽ ഇറക്കാതിരിക്കുന്നതാണ് നല്ലത്. അതുപോലെ തന്നെ കടകൾ അടച്ച് കടകൾ കച്ചവടക്കാർ സഹകരിക്കുന്നതാണ് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത്. അവരുടെ സഹകരണമാണ്. ആ സഹകരണം ഉണ്ടാകും എന്നാണ് ഞങ്ങളെല്ലാം പ്രതീക്ഷിക്കുന്നത്. അതല്ല കഴിഞ്ഞില്ല ഇന്ന് ഇതൊക്കെ. ജ്യോതി മൽഹോത്രയുടെ പ്രശ്നം വരുന്നത് അവർ ഹരിയാനയല്ലേ അല്ലേ? അവിടെ ഈ പാകിസ്ഥാൻ ചാരപ്രവർത്തനവുമായി ബന്ധപ്പെട്ട് അവരെ അറസ്റ്റ് ചെയ്തു എന്നാണ് പറഞ്ഞത്. അത് അറസ്റ്റ് ചെയ്തതിന് ശേഷം അല്ലെങ്കിൽ അപ്പോഴാണ് കേരളത്തിൽ കൊണ്ടുവന്നതെങ്കിൽ ഒരു കരുതണം. ഇത് അങ്ങനെ ഒരു ആരോപണമൊന്നും അവർക്കെതിരായിട്ട് ഉന്നയിക്കപ്പെടാത്ത സന്ദർഭങ്ങളിലാണ് അവരിവിടെ ടൂറിസത്തിൻ്റെ ഭാഗമായിട്ട് വന്നത്. അതിലെന്താ തെറ്റ്? ഇവിടുന്ന് എന്തെങ്കിലും ചാരപ്രവൃത്തി അവർ ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് അതിന് നേരിടണം. അങ്ങനെ ഒരു ആരോപണവും പ്രശ്നങ്ങളൊന്നും വന്നിട്ടില്ലല്ലോ. അവരെ അറസ്റ്റ് ചെയ്യുന്നത് ഇവിടെ വന്ന് പോയതിന് ശേഷമാണ്. ടൂറിസം വകുപ്പ് മന്ത്രിയും ഗവൺമെൻറ്റിൻ്റെ നിലപാട് ഈ കാര്യത്തിൽ എന്താണ് എന്നുള്ളത് വ്യക്തമാക്കിയില്ല. അപ്പോൾ അതൊന്നും വിവാദമാക്കേണ്ടുന്ന ഒരു കാലമല്ല ഇത്. നമ്മുടെ ജീവിതത്തിൻ്റെ പ്രശ്നമാണ്, ജനങ്ങളുടെ ജീവിതത്തിൻ്റെ പ്രശ്നമാണ്. അവിടെയാണ് നമ്മൾ ഊന്നൽ കൊടുക്കേണ്ടത്.